തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു കല്ല് കണ്ടു. പക്ഷെ അത് പേടിപ്പെടുത്തുന്ന സാധാരണ കല്ലല്ല. കണ്ടാ പേടിക്ക്. നീ വന്നു നോക്ക്. അത് സാധാ ഒരു കല്ലുമല്ല, കറുത്ത പെയിന്റ് അടിച്ച്. ഞാൻ പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ ശരി, നീ സ്കൂളിൽ പോണോ? ഇല്ലടാ, ഞാൻ നാളെ പോണില്ല. നീ പോണോ? അപ്പൊ ഞാൻ വരാം. നീ വിളിക്ക്, പോകുമ്പോ ഇറങ്ങാൻ വിളിക്ക്. ഇന്നലെ റോഡിൽ കൂടെ പോയപ്പോൾ ഒരു മുഖത്തിന്റെ രൂപത്തിലുള്ള ശില്പം കണ്ടായിരുന്നു. അതെടുത്ത് അവിടെ ഇട്ടിട്ട് വന്നിരുന്നു. പണ്ട് അടയോട്ടെ പോലെ ഒരു ശില്പമുണ്ടായിരുന്നു. ഇപ്പോഴത് ന്യൂസിലും വാർത്തയിലും കേൾക്കുന്നുണ്ട്. അതിപ്പോ കാണാനില്ല. ഇന്നിപ്പോ ഞാൻ വിളിച്ചേ ഉള്ളൂ. സുഖം. ശരിടാ, ഞാൻ പോണേ. ഈ ഒരു ശില്പത്തിന് എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്. തലവെട്ടി പോലത്തെ ശില്പമാണ് പണ്ടത്തെ കാലത്തുണ്ടായത്. നോക്കി എപ്പോഴും അവൻ പയാനകമായി. നീ എന്തിനാണ് എപ്പോഴും അതിനെ നോക്കിക്കൊണ്ടിരിക്കണേ? അവന്റെ ഒരു സാധനം रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्विकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता मङ्गलं कुरु उत्तिष्ठोत्तिष्ठ ഇന്നലെ പോയി തലോട്ടി എവിടെയാ? ഇവിടെ ഞാൻ എടുത്തില്ല. നാഡീകലയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം. എന്താണ്? നാഡീകലയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം. ശ്രീകുട്ടൻ എവിടെ ശ്രദ്ധിക്കുന്നത്? നീയാ? ശരിയാ, നീ കിടക്ക്. പറയടാ. ഈ അന്ന് പറഞ്ഞില്ല ഒരു ശില്പം വഴി കടന്ന്, അത് ഞാൻ അതിന് മുന്നേ എടുത്തായിരുന്നു. നിർത്തുക. ഇതെന്റെ അമ്മ പറഞ്ഞ അറിവുണ്ട്. ഇപ്പൊ എടുത്തു തന്നാലേ ഭൂമി നശിക്കും, നീ നശിക്കും. നിർത്തുക. അതിൽ ചേട്ടാ എവിടെ എടുത്ത് എറിഞ്ഞടാ?
എവിടെയാ ഏട്ടാ? ഇവിടെയാ. കിട്ടി. പെട്ടെന്ന് കുഴിച്ചിരുന്നോ? അയ്യോ എവിടെ അത് കാണാനില്ലല്ലോ. തീർന്നയാണ്. ഇവിടെ പോയ അന്ന് വഴിയിലാണെങ്കിലും പോയി കാണും, നോക്കിയിട്ട് കാണാനും ഇല്ല. ഇത് ഞാൻ പോക്കറ്റിൽ നിന്ന് കളഞ്ഞ തന്നെ ആയിരിക്കും. നീയാവാ. അമ്മൂമ്മയുടെ ഒരു കല്ല് കാണാനില്ലടാ. ഞാൻ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ വഴിയിൽ വന്നപ്പോ എവിടെ കളഞ്ഞു. അപ്പൊ അതെന്നെ ഇറങ്ങിയപ്പോഴാണ് മഴ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി. എനിക്ക് സുഖമല്ലേ പിന്നെ? ഞാൻ ഒരു ദിവസം വഴിയിൽ പോയി വലിയൊരു കല്ല് കിട്ടി. അതിൻ്റെതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് ദേശീയ മന്ത്രി ചേട്ടനെടുത്ത് വെളിയിൽ ഇറങ്ങി അതിനെ കുഴിച്ചിട്ടിക്കുന്നു. ഒരു ചുവന്ന വരെയുള്ള ഒരു ശില്പം ഞാൻ കണ്ടപ്പോൾ പേടിച്ച് അതാണ് എടുത്തത്. അതിന്റെ ചേട്ടൻ എടുത്ത് കയറി ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ മഴ എനിക്കിപ്പോ എടുക്കാൻ പറ്റൂല. അതായത് എനിക്ക് വേണോ നീ എടുത്തിട്ടാ നീ വന്നോ? നീ ആ കല്ലന്വേഷിച്ചാണോ വന്നേ? നീ ഇവിടെ ഇരിക്കേ, ഞാനെല്ലാം പറയാം. ആ കല്ലിന് വലിയൊരു കഥയുണ്ട്, അത് ഞാൻ പറയാം. നീ കുഞ്ഞായിരുന്നപ്പോഴാണ് ഞാൻ ആ കല്ലിനെ ആദ്യമായി കണ്ടത്. നീ മുങ്ങിപ്പോയപ്പോഴത്തേക്കും ആ കല്ലും പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. ഞാൻ വീട്ടിൽ തിരികെ എത്തിയപ്പോഴത്തേക്കും ആ കല്ല് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ ആ കല്ലിനെ എടുത്ത് വേറെ സ്ഥലത്ത് മാറ്റി വെച്ചു. അടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരു അസ്വസ്ഥത, ഒരു ഭയം എന്തോ തല പിടിത്തിറങ്ങുന്നത് പോലെയും ഇങ്ങനെ വേറെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഞാനൊരു പൂജാരിയെ കണ്ടു. പറഞ്ഞത് ഏതോ വിഗ്രഹത്തിൻ്റെ ഒരു കല്ലാണ് അങ്ങനെയാണ് അത് തിരിച്ച് കിട്ടിയിരിക്കുന്നത്. ചെന്നെടുത്തോ.
വെള്ളം